السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد. സഹോദരങ്ങളെ, അതിമനോഹരമായ സൂറത്ത് യൂസുഫിൻ്റെ ഖുർആനിലെ 12-ാമത്തെ അധ്യായം, അതിൻ്റെ രത്ന ചുരുക്കമാണ് കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത്. ഈ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 111-ാമത്തെ വചനം, لقد كان في قصصهم عبرة لأولي الألباب. തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിമാന്മാർക്ക് പാഠമുണ്ട് എന്ന്. ആ പാഠം എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. ആ പാഠം ഈ 110 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് ലഭിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട തർബിയത്തിൻ്റെ പാഠങ്ങൾ, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാമത്തേത്, നമ്മളെപ്പോഴും ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളെ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിൽ നമുക്ക് സബറുണ്ടാകണം. അള്ളാഹുവിൻ്റെ ഹുക്മിലും തദ്ബീറിലും, അള്ളാഹുവിൻ്റെ വിധിയിലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുമൊക്കെ നമുക്ക് ആത്മവിശ്വാസമുള്ളവരാകണം നാം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഒരു വിശ്വാസിക്ക് തീരുമാനിച്ചിട്ടുള്ളത്, അതിൽ അവന് സംതൃപ്തി ഉണ്ടാകണം. ആ സംതൃപ്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അള്ളാഹു ഞെരുക്കത്തിന് ശേഷം എളുപ്പമുണ്ടാക്കും. അതാണല്ലോ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം എന്തുമാത്രം കടുപ്പമുള്ള മിഹ്നത്തിലൂടെയും മുസീബത്തിലൂടെയും കടന്നുപോയി. പക്ഷേ എല്ലാ മിഹ്നത്തുകൾക്കും എല്ലാ മുസീബത്തുകൾക്ക് ശേഷം അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസവും സമാധാനവും നൽകി എന്നാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തർബിയത്തിൻ്റെ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത്, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യാൻ നമുക്കാവണം. യൂസുഫ് അലൈഹിസ്സലാം ഇവിടെ കാണിച്ച തവക്കുൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കിണറ്റിൽ അദ്ദേഹത്തെ കൊണ്ട് എറിഞ്ഞത് മുതൽ തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിലുണ്ടായ എല്ലാ അവസ്ഥകളിലും എല്ലാ ഘട്ടങ്ങളിലും, അസീസിൻ്റെ വീട്ടിലുണ്ടായ സംഭവം, പിന്നീട് അദ്ദേഹം ഏറ്റവും അവസാനം ഈജിപ്തിൻ്റെ ഒരു അധികാരിയായി വന്നപ്പോഴുള്ള ഈ സമയത്തൊക്കെ അദ്ദേഹം കാണിച്ച ഏറ്റവും സുപ്രധാനമായ ഗുണം തവക്കുലാണ്. തർബിയത്തിൻ്റെ പാഠം എന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അതാണ്. തവക്കുലുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും അതിജയിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്താൽ അള്ളാഹു നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും എന്നർത്ഥം. മൂന്നാമത്തെ തർബിയത്തിൻ്റെ പാഠം വിട്ടുവീഴ്ചയുടെയും പുറത്തു കൊടുക്കലിൻ്റെയും പാഠമാണ്. യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ സഹോദരങ്ങളോട് ചെയ്തത് നാം കണ്ടില്ലേ? എല്ലാ സാധ്യതകളും അദ്ദേഹത്തിനുണ്ട് പകരം വീട്ടാൻ. എന്നിട്ടും അദ്ദേഹം പകരം വീട്ടിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഉച്ചൈസ്തരം പറഞ്ഞില്ലേ അവരോട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇല്ല, നിങ്ങളോട് ഇന്നൊരിക്കലും പ്രതികാരമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണ് എന്ന്. ഇത് സത്യത്തിൽ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ നമുക്കാവണം. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ആളുകൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് ശീലിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നന്മയുടെ മാർഗം. നാലാമത്തേത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ തർബിയത്തിൻ്റെ പാഠം സദാചാര ബോധത്തിൻ്റെതാണ്. തിന്മ ചെയ്യാൻ, നീചമായ പ്രവൃത്തി ചെയ്യാൻ എല്ലാ അവസരങ്ങളും ഒത്തിണങ്ങി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ ഒറ്റക്കാണ്, ആ വീട്ടിൽ ആരുമില്ല. അസീസിൻ്റെ പത്നി അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. യൂസുഫ് അങ്ങോട്ട് ചെന്നതല്ല, അസീസിൻ്റെ പത്നി ക്ഷണിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലല്ല, മറ്റേതോ പ്രദേശത്താണ്. എല്ലാം ഒരുങ്ങി വന്നു. ഒരു മനുഷ്യന് തിന്മ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒരുങ്ങി വന്നു.
എന്നിട്ടും യൂസുഫ് വശം വദനായില്ല. കണ്ടില്ലേ? എന്തുകൊണ്ടാ? അതാണ് ഐഫത്ത് എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ സംശുദ്ധി ഐഫത്താണ്. അതാണ് യൂസുഫ് അലൈഹിസ്സലാമിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും. എൻ്റെ നാട്ടിലല്ലെങ്കിൽ എനിക്കും എന്തുമാവാം, ആരും കാണുന്നില്ലെങ്കിൽ എനിക്ക് എന്തുമാവാം, നമ്മളെ തേടി അവസരം വന്നതാണ്, അതുകൊണ്ട് എന്തുമാവാം. നോ, ഇതൊന്നും നമുക്ക് പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ സൂറത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. അഞ്ചാമത്തെ പാഠം, അത് ഏറ്റവും പ്രധാനമാണ്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എല്ലാ മുസ്ലിങ്ങളും ദാഇകളാകേണ്ടതുണ്ട്. ദാഇ എന്ന് പറഞ്ഞാൽ എന്താണോ അവർക്ക് കിട്ടിയ നന്മ, ആ നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രബോധകനാകണം. അതാണല്ലോ യൂസുഫ് അലൈഹിസ്സലാം ഈ സൂറത്തിന്റെ 108-ാമത്തെ വചനത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമൻ ഇത്തബഅൻ വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഇത് സത്യത്തിൽ ഈ കഥയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. പറയുക നബിയെ, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, യൂസുഫിന്റെ മാർഗം, അതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അലാ ബസീറ, ദൃഢബോധത്തോടുകൂടി, അന വമൻ ഇത്തബഅൻ, ഞാൻ മാത്രമല്ല ഞാനും എന്നെ ഫോളോ ചെയ്തവരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരു വലിയ സംഗതിയാണ്. അപ്പൊ എപ്പോഴും ഒരു ദാഇ, ഒരു പ്രബോധകൻ, അവനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള ഒരു മാതൃക യഥാർത്ഥത്തിൽ നോക്കൂ, എല്ലാ വിഷയത്തിലും, വിട്ടുവീഴ്ചയുടെ വിഷയത്തിൽ, സബറിന്റെ വിഷയത്തിൽ, തഖ്വയുടെ വിഷയത്തിൽ, ഏതൊക്കെ കടുപ്പമുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഏത് ജീവിതത്തിന്റെ ഏത് കടുപ്പമുള്ള ഘട്ടങ്ങളിലൂടെ പോയാലും നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നത്, നമ്മുടെ സ്വഭാവം ഒന്നായിരിക്കണം എന്നർത്ഥം. ആറാമത്തെ പാഠം സഹോദരങ്ങളെ, യൂസുഫ് അലൈഹിസ്സലാം കാണിച്ച ഏറ്റവും വലിയൊരു സംഗതി നിങ്ങൾ കണ്ടോ? വെൽ പ്ലാൻഡ് ആയിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. നോക്കൂ, ഈജിപ്തിലെ സാമ്പത്തിക രംഗം, ഭക്ഷണരംഗം കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ അധികാരം യൂസുഫ് അലൈഹിസ്സലാമിന് വന്നു. അദ്ദേഹം ചെയ്ത ആ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഏറ്റവും നല്ല വിളവെടുപ്പുണ്ടായ സമയം, ആ സമയത്ത് ആ വർഷങ്ങളിൽ അദ്ദേഹം വളരെ കൃത്യമായി തൊട്ടടുത്ത് വരാനിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടാകാവുന്ന ആ വർഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗോഡൌൺ കൾച്ചർ വന്നു. സൂക്ഷിച്ചു വെക്കുന്ന ഇടവും സൂക്ഷിച്ചു വെക്കുന്ന സംസ്കാരവും. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല പ്ലാനിങ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. കൂടുതൽ കിട്ടുന്ന സമയത്ത് ധാരാളിയാവുകയല്ല വേണ്ടത്. കിട്ടാത്ത ഒരു ഘട്ടം വരാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് കരുതി വെക്കാൻ നമുക്കാവണം. പ്ലാനിങ് ഉള്ളവരാകാൻ നാം ശ്രമിക്കണം എന്നർത്ഥം. ഏഴാമത്തെ പാഠം വിജ്ഞാനത്തിൻ്റെ മൂല്യമാണ്. നോക്കൂ, വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് തഅ്വീലുൽ അഹാദീസ് പഠിപ്പിച്ചു എന്ന്. അല്ലാഹു നൽകിയതാണ് ആ ഇൽമ്, അല്ലേ? സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള ജ്ഞാനം അദ്ദേഹത്തിന് നൽകി. ആ ജ്ഞാനമാണല്ലോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതല്ലേ? ആ ജ്ഞാനമാണല്ലോ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്, അല്ലേ? ആ ജ്ഞാനമാണല്ലോ അദ്ദേഹത്തിന് ഈജിപ്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇൽമിന്, വിജ്ഞാനത്തിന് മൂല്യമുണ്ട്. ഖീമത്തുൽ ഇൽം, വാല്യൂ ഓഫ് നോളജ്, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് വാല്യൂ ഓഫ് നോളജ് ആണല്ലേ? യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഉന്നതമായ ഈജിപ്തിന്റെ ഭരണകേന്ദ്രത്തിലേക്ക് എത്തിച്ചത് ഇൽമല്ലേ? അപ്പൊ ഇൽമ് അതൊരു വലിയ സംഭവമാണ്. എവിടുന്ന് കിട്ടിയാലും ആ ഇൽമിനെ നമ്മൾ സ്വീകരിക്കണം, അത് നമുക്ക് ഉപകാരപ്പെടും. എട്ടാമത്തെ പാഠം നോക്കൂ, ഉന്നതമായ ഭരണ രംഗത്തെത്തിയിട്ട് പോലും അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം വിനയം കാണിച്ചു, ശുക്ർ കാണിച്ചു. നോക്കൂ, ജീവിതത്തിന്റെ ആദ്യഘട്ടം വരെ അദ്ദേഹം ഷാക്കിറായിരുന്നു, മുതവാദി ആയിരുന്നു.
അള്ളാഹു നൽകിയ നിഅമത്തുകളെ അംഗീകരിച്ചുകൊണ്ടാണ്, അള്ളാഹു നൽകിയ ആദരവുകളെ അള്ളാഹു നൽകിയതാണെന്ന ബോധത്തോടു കൂടിയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെയല്ലേ? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്. സുബ്ഹാനല്ലാഹ്, നോക്കൂ ആ പ്രാർത്ഥനയുടെ തുടക്കം തന്നെ, റബ്ബേ നീ എനിക്ക് അധികാരം നൽകി എന്നാ പ്രാർത്ഥിക്കണേ. എന്ത് മനോഹരമാണ് ആ പ്രാർത്ഥന എന്നാലോചിച്ച് നോക്കൂ. അത് ആ വിനയമാണ് കാണിക്കുന്നത്. നോക്കൂ, നമ്മൾ എത്ര വലിയവരായാലും, നമുക്ക് എത്ര പണമുണ്ടായാലും, എത്ര അധികാരമുണ്ടായാലും, എത്ര ഉന്നതമായ പൊസിഷനിലെത്തിയാലും നമ്മൾ വിനയമുള്ളവരാകണം എന്നർത്ഥം. അത് പ്രധാനമാണ്. 9ാമത്തെ പാഠം സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലക്ക് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ കാണിച്ച ഒരു മാതൃക നിങ്ങൾ കണ്ടോ? ജയിലിൽ പോലും ഒരു വിശ്വാസിക്ക് ദഅവത്ത് ഒരു വിഷയമാകണം. ദഅവത്ത് നമ്മുടെ ജീവന്റെ ഭാഗമാണ്. നോക്കൂ, അദ്ദേഹം ജയിലിലാണ്, ഏറ്റവും ഇടുക്കമുള്ള സ്ഥലത്താണ്. എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സ്വപ്ന വ്യാഖ്യാനം അന്വേഷിച്ച് വന്ന 2 ജയിൽ പുള്ളികളോട് അദ്ദേഹം ദഅവത്ത് നടത്തിയില്ലേ? അദ്ദേഹം ചോദിച്ചില്ലേ, അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ? വ്യത്യസ്തമായ കുറെ ദൈവങ്ങളാണോ, കുറെ റബ്ബുകളാണോ, അതല്ല ഏകനായ ദൈവമാണോ ഉത്തമൻ? അവരെ ചിന്തിപ്പിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിലൊരാൾ കൊല്ലപ്പെടുമെന്ന് യൂസുഫ് അലൈഹിസ്സലാം അവനറിയാം. പക്ഷെ ആരാണ് കൊല്ലപ്പെടുക എന്ന് യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞിട്ടില്ല. 2 ആളുടെയും സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഒരാൾ കൊല്ലപ്പെടുമെന്നേ പറഞ്ഞുള്ളൂ, ഒരാൾ കുരിശിലേറ്റപ്പെടുമെന്നേ പറഞ്ഞുള്ളൂ, ആരാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മരിക്കുന്ന മനുഷ്യൻ, കൊല്ലപ്പെടുന്ന മനുഷ്യൻ തൗഹീദോടുകൂടി മരിക്കണം എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായി. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് അതാണ്. ഒരാളും ഷിർക്കിൽ മരിക്കരുത് സഹോദരങ്ങളെ. ഷിർക്കിൽ മരിച്ചാൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ ഷിർക്കിൽ നിന്ന് നമ്മുടെ പരിസരത്തുള്ളവരെ, കൂടെയുള്ളവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ വെച്ച് പഠിപ്പിച്ച പാഠം. 10ാമത്തെ പാഠം തർബിയത്തിന്റെ പാഠം. കുറേ പാഠമുണ്ട്, ഞാനിത് എണ്ണി പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പഠിപ്പിച്ച പാഠം ഇസ്ലാഹാണ്. നോക്കൂ, തന്നെ ബഹിഷ്കരിച്ച, തനിക്ക് വേണ്ടുവോളം ഉപദ്രവം ചെയ്ത, തന്നോട് അസൂയ കാണിച്ച, തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സഹോദരങ്ങളുമായി അദ്ദേഹം നന്നായി, അല്ലേ? അവർക്കിടയിൽ അദ്ദേഹം ഇസ്ലാഹ് ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുടുംബത്തെ അദ്ദേഹം ഒന്നിപ്പിച്ചു. ഇതായിരിക്കണം നമ്മൾ ഇസ്ലാഹിന്റെ ആളുകളാകണം, ഇഫ്സാദിന്റെ ആളുകളാകരുത്. ഒന്നിപ്പിക്കുന്നതിന്റെ ആളുകളാകണം, ഭിന്നിപ്പിക്കുന്നതിന്റെ ആളുകളാകരുത് എന്ന് നമ്മൾ പ്രത്യേകം സഹോദരന്മാരെ ശ്രദ്ധിക്കണം. നോക്കൂ, ഈ സൂറ നൽകുന്ന അതിഗംഭീരമായ ചില ഗുണപാഠങ്ങളുണ്ട്. ഞാൻ ഈ തർബിയത്തിന്റെ പാഠം പറഞ്ഞപ്പോൾ അതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ് ഗുണപാഠങ്ങൾ. ഇത് ഞാൻ എണ്ണിപ്പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ആ ചിന്ത ഉണ്ടാകാനാണ്. അത് ഈ സൂറയിലൂടെ നമുക്ക് പോയാൽ അത് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ ഈ സൂറ വായിക്കണം, ഈ അധ്യായം നിങ്ങൾ വായിക്കണം. വായിച്ചാലേ ഈ പറഞ്ഞതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഈ കേട്ടതുകൊണ്ട് മാത്രം കിട്ടൂല, ഇത് നിങ്ങൾക്ക് വായിക്കാനുള്ളൊരു പ്രേരകം മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ പ്രധാനപ്പെട്ട ഇബ്രത്തിൽ, ഗുണപാഠത്തിൽ പ്രധാനപ്പെട്ടത് അസൂയ. നോക്കൂ, മനുഷ്യന് നന്മ വിധിക്കുന്ന, മനുഷ്യ ബന്ധങ്ങളില്ലാതാക്കുന്ന, അതിന് കാരണമാകുന്ന ഒന്നാണ് അസൂയ എന്ന് പറയുന്നത്. ഇതിലെ 8ാമത്തെ വചനത്തിൽ അത് കാണാം. ഇത് ഖാലു ലയൂസുഫു അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ. അവർ ചർച്ച നടത്തില്ലേ, യൂസുഫും സഹോദരൻ ബിന്യാമീനുമാണ് നമ്മളെക്കാൾ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. ഇത് ഹസദ. ഹസദ് എന്ത് ചെയ്യും? ഹസദ് നമ്മളെ അന്ധന്മാരാക്കും. അതെ, ഹസദ് എത്ര അന്ധന്മാരാക്കുമെന്ന് ചോദിച്ചാൽ, ബന്ധങ്ങളെപ്പോലും കാണാൻ സാധിക്കാത്ത വിധം അന്ധന്മാരാക്കും. അതുകൊണ്ടാണല്ലോ യൂസുഫിനെ ഉപദ്രവിക്കാൻ അവർ പ്ലാൻ ചെയ്തില്ലേ? മനസ്സിലല്ലേ? അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഇബറത്ത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ ഹസദ് നമുക്കുണ്ടെങ്കിലും മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നാം മനസ്സിലാക്കിയാലും അതിനെ ചികിത്സിക്കണം. അതിനെ ചികിത്സിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ചിത്തയാകും, ബന്ധങ്ങൾ തകരാറാകും. മനസ്സിലായല്ലോ? 2ാമത്തെ പാഠം സബ്റുൽ ജമീലാണ്.
സബ്റുൻ ജമീൽ. അതൊരു വല്ലാത്ത പദമാണ്. ഈ അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ കാണാം, യാക്കൂബ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്തൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഫസബ്റുൻ ജമീൽ വജാഉ അലാ ഖബീസിഹി ബിദമിൻ കദിബിൻ ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറ ഫസബ്റുൻ ജമീൽ. എന്താണ് സബ്റുൻ ജമീൽ? സബ്റുവാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ യാക്കൂബ് അലൈഹിസ്സലാം കാണിച്ചത് സബ്റല്ല, സബ്റുൻ ജമീലാണ്. എന്താണ് സബ്റുൻ ജമീൽ? അതിമനോഹരമായ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ? അസ്സബ്റുൽ ജമീൽ എന്ന് പറഞ്ഞാൽ, നോക്കൂ, ശരിക്കും ശ്രദ്ധിച്ചോ, അസ്സബ്ർ അല്ലദീ ലാ ജസഅ ഫീഹി വലാ ശക്വ ലിഗൈരില്ലാഹ്. ആരുടെ മുമ്പിലും അസ്വസ്ഥമാകാത്ത, അല്ലാഹു അല്ലാത്ത ആരുടെ മുമ്പിലും അസ്വസ്ഥമാകാത്ത, അല്ലാഹു അല്ലാത്ത ആരോടും കംപ്ലൈന്റ് പറയാത്ത സബ്റിന്റെ പേരാണെന്ത്? സബ്റുൻ ജമീൽ. അതുകൊണ്ടാണല്ലോ സൂറത്ത് മആരിജിലെ 18-ാമത്തെ വചനത്തിൽ കാണാം, ഫസ്ബിർ സബ്റൻ ജമീല. നമുക്ക് കിട്ടേണ്ടത് അതാണ്, സബ്റൻ ജമീൽ. ഈ സബ്റുൻ ജമീലിന്റെ ഗുണം എന്താ? അതാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. സബ്റുൻ ജമീൽ യാക്കൂബ് അലൈഹിസ്സലാം കാണിച്ചു തന്നു. അപ്പൊ എന്തുണ്ടായി? ആ സബ്റിന്റെ കൂടെ ആശ്വാസമുണ്ടായി. അദ്ദേഹത്തിന് ആശ്വാസം കിട്ടിയത് ആ സബ്റിലൂടെയാണ്, അല്ലെ? 3-ാമത്തെ പാഠം സഹോദരന്മാരെ വളരെ പ്രധാനമാണ്. ഇതിലെ 21-ാമത്തെ വചനത്തിൽ കാണാം അള്ളാഹു പറയുന്നത്, വല്ലാഹു, വലിയൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. അല്ലാഹു അവന്റെ കാര്യം ജയിച്ചടപ്പി നടപ്പാക്കും. അധികം ആൾക്കാർക്കും അറിയില്ല അള്ളാഹു എന്താ ചെയ്യാം. ഇതെവിടെ പറഞ്ഞത് എന്നറിയോ? ഈജിപ്തിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ വിലക്കെടുത്ത ആൾ, അദ്ദേഹം തന്റെ ഭാര്യയോട് വന്ന് പറയാണ്, എന്ത്? അക്രിമി മസ്വാ, ഇവന് മാന്യമായി താമസ സൗകര്യം നൽകാം, അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം എന്ന്, അല്ലെങ്കിൽ അവനെ നമുക്ക് മകനാക്കാം, ഇങ്ങനെ പറയാം. അങ്ങനെയാണ് അത് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഇപ്രകാരമാണ് യൂസുഫ് അലൈഹിസ്സലാമിന് നാം സൗകര്യം ചെയ്തു കൊടുത്തത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുത്തത് എന്ന്. ഇവിടെ എന്തോക്കും, യൂസുഫ് അലൈഹിസ്സലാമിന് സംഭവിച്ച എല്ലാം അള്ളാഹു കണക്കാക്കിയ ഖദറിൽപ്പെട്ട ഒന്നായിരുന്നു, അല്ലെ? അതിൽ പ്രത്യക്ഷത്തിൽ വേദനയുള്ളതുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്ത്? വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, യൂസുഫിന് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം അതാണ്. നോക്കൂ, ഇവിടെ അള്ളാഹു നമുക്ക് എന്ത് ചെയ്തു തരുന്നുവോ അതൊക്കെ നമ്മളെ ഉയർത്താനുള്ളതാണ്, നമ്മൾ എന്താക്കാനല്ല, നശിപ്പിക്കാനുള്ളതല്ല. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ആദ്യത്തിൽ അതൊരു പ്രയാസമാണല്ലോ എന്ന്. മനസ്സിലായല്ലോ? അത് ശ്രദ്ധിക്കാം. 4-ാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം സഹോദരന്മാരെ, ഇഫ്ഫത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ്ഫത്തിനെ കുറിച്ച്. ഇഫ്ഫത്ത് കൊണ്ട്, ധാർമ്മിക ബോധം കൊണ്ട്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കൊണ്ട് അത് രക്ഷാമാർഗമേ ആകുള്ളൂ, ഉയർച്ചയുടെ മാർഗമേ ആകുള്ളൂ. അത് 2 സ്ഥലത്ത് കാണാം. സൂറത്ത് യൂസുഫിലെ 23-ാമത്തെ വചനത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ അസീസിന്റെ ഭാര്യയുമായി ഉണ്ടായ സംഭവത്തിൽ, അതുപോലെ 33-ാമത്തെ വചനം അതിമനോഹരമാണ്. 33-ാമത്തെ വചനത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പറയുന്നുണ്ട്, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. സുബ്ഹാനല്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാം പറയും, എന്റെ റബ്ബേ, ഇവർ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ജയിലാകുന്നു. യൂസുഫ് അലൈഹിസ്സലാം ജയിൽ തെരഞ്ഞെടുത്തു. കാരണം ആ വീട്ടിൽ നിന്നാൽ തെറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ ഒരു സംഗതി ഉപേക്ഷിച്ചാൽ അത് അടിസ്ഥാന നിയമമാണ്. മൻ തറക ഷൈഅൻ ലില്ലാഹ് അവദഹുല്ലാഹു ഖൈറ. അള്ളാഹുവിന് വേണ്ടി നമ്മളൊരു കാര്യം ഉപേക്ഷിച്ചാൽ അള്ളാഹു നമുക്ക് നന്മ പകരം തരും. അതാണ് ഇവിടെ കണ്ടത്. മനസ്സിലായില്ലേ? 5-ാമത്തെ പാഠം, ഒരിക്കലും ഉൽമ് നിലനിൽക്കൂല, അക്രമം നിലനിൽക്കൂല. 35-ാമത്തെ വചനത്തിൽ കാണാം യൂസുഫ് അലൈഹിസ്സലാമിനെ ജയിലിൽ അടച്ച വിഷയം. ജയിലിലടിച്ചു. എന്തിനാ ജയിലടിച്ചത്? യൂസുഫ് തെറ്റ് ചെയ്തിട്ടില്ല, ഉൽമാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ നീതി എന്തായിരുന്നു? യൂസുഫ് അലൈഹിസ്സലാമിനെ വലിയ സ്ഥാനത്തേക്കാണ് ജയിലിൽ നിന്ന് കൊണ്ടുപോണത്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? ദുൽമ എന്നും നിലനിൽക്കൂല. മനസ്സിലായില്ലേ? അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം. 6-ാമത്തെ കാര്യം, ഇഹ്സാൻ ചെയ്യണം നമ്മൾ എല്ലാ ഘട്ടത്തിലും.
36-ാമത്തെ വചനത്തിൽ കാണാം, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ജയിൽ പുള്ളികൾ വരിക. എന്നിട്ട് അവർ കണ്ട സ്വപ്നം പറയാം. സ്വപ്നം പറയുമ്പോൾ അവർ പറയുന്ന വാക്കുണ്ട്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. യൂസുഫെ, നിന്നെ കണ്ടിട്ട് നന്നായി നന്മ ചെയ്യുന്ന ഒരാളാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന്. യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ വെച്ച് നന്മ ചെയ്തു. ഖസറിൽ വെച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹം നന്മ ചെയ്തു. അതുപോലെ അദ്ദേഹം ജയിലിൽ വെച്ചും നന്മ ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്മ ചെയ്യാൻ എന്തില്ല, സ്ഥലമല്ല. നമുക്ക് ഏത് അവസരത്തിലും നന്മ ചെയ്യാൻ അവസരം കിട്ടിയെടുത്ത് നന്മ ചെയ്യണം. നന്മ ചെയ്യേണ്ടത് സ്ഥലം നോക്കിയല്ല, നമ്മുടെ കൽബ് കൊണ്ടാണ് നന്മ ഉണ്ടാകേണ്ടത്. 7-ാമത്തെ കാര്യം സഹോദരങ്ങളെ, സൂറത്ത് യൂസുഫിന്റെ 87-ാമത്തെ വചനത്തിൽ ഒരു വാചകമുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറയുന്ന ഒരു വാചകം. അത് വലിയൊരു പാഠമാണ്. ഒരു കാരണവശാലും അള്ളാഹു നൽകാനിരിക്കുന്ന റഹ്മത്തിനെ കുറിച്ച് നാം നിരാശരാകരുത്. നോക്കൂ, അദ്ദേഹം പഠിപ്പിക്കുക, ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ വലാ തയഅസു മിർ റൗഹില്ലാഹ്. അള്ളാഹു നൽകാനിരിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിരാശ പാടില്ല. അത്തരത്തിലുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരാശ വരിക കാഫിറുകൾക്ക് മാത്രമായിരിക്കും. നോക്കൂ, നീണ്ട 30-ലധികം വർഷം യൂസുഫ് തന്നോടൊപ്പമില്ല. യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ എല്ലാ ആശയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നീണ്ട 30 വർഷമില്ല. എന്നിട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷയാണ്. എന്താ കാരണം? പ്രതീക്ഷ ഇബാദത്താ കൂട്ടരെ. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കൽ ഇബാദത്താണ്. നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഏറ്റവും അവസാനമായി നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന, ഹുസ്നുൽ ഖാത്തിമ, അത് നമ്മുടെ വിഷയമാകണം. ഹുസ്നുൽ ഖാത്തിമ വലിയ നിഅമത്താ. അന്ത്യം നന്നാവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കണ്ടില്ലേ നിങ്ങൾ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീൽ ഹദീസ്. ഇനി പറഞ്ഞെന്താ? നൽകിയ നിഅമത്തുകളെ കോർത്തിട്ട് അദ്ദേഹം പറയാ, ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചോ അങ്ങനെ? നമുക്ക് നൽകിയ നിഅമത്തുകൾ മുഴുവൻ മുമ്പിൽ കണ്ട് അള്ളാഹു മാത്രമാണ് ഫാത്തിർ എന്ന ചിന്തയോടുകൂടി എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തണേ. സഹോദരന്മാരെ, എന്ത് നമുക്ക് കിട്ടിയാലും നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം. ഏറ്റവും വലിയ വിജയം ഏതാ? ഏറ്റവും വലിയ വിജയം അസ്സബാതു ഹത്തൽ നിഹായ, അസ്സബാതു ഹത്തൽ മൗത്ത്, അൽ ഇസ്തിഖാമതു ഹത്തൽ മൗത്ത്. അതാണ് ഏറ്റവും വലിയ വിജയം. മരണം വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹോദരന്മാരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നോക്കൂ, ഇതൊരു വലിയ സൂറയാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അവസാനിക്കൂല. ഈ സൂറ കുടുംബസമേതം ഇരുന്ന് നിങ്ങൾ വായിക്കണം. കുടുംബത്തിന് ഇതിൽ ഒരുപാട് പാഠമുണ്ട്. കുടുംബത്തിന് ഞാൻ എണ്ണി മാത്രം പറയാം, നമുക്ക് ഓരോന്നോരോന്ന് വിശദീകരിക്കാനുള്ള സമയമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബം ഒരുമിച്ചിരുന്ന് നോക്കൂ. കുടുംബ നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, 2 കാര്യത്തെ നിങ്ങൾ എപ്പോഴും ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. ഒന്ന് ഹസദിന്, 2 ഗീറത്തിന്. അസൂയയും ഈറയും. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. അസൂയയും ഈറയും കുടുംബത്തിലുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കണം. മനസ്സിലായില്ലേ? നമുക്ക് സ്വയം അസൂയയോ ഈറയോ നമുക്ക് അനുഭവപ്പെട്ടാൽ സഹോദരന്മാരെ, നമ്മളത് ചികിത്സിക്കേണ്ടത് റിളാ, ദുആ ഇതുകൊണ്ടായിരിക്കണം. റിളാ, അള്ളാഹ് നൽകിയതിൽ തൃപ്തിപ്പെടുക. എനിക്ക് ഇത്രയുള്ളൂ, അത് മതി. അള്ളാഹ് തന്നല്ല, ദുആ ചെയ്യുക, കുറച്ചുകൂടി കിട്ടണേ, അല്ലാതെ ആരെയും ഉപദ്രവിക്കലല്ല. മനസ്സിലായില്ലേ? അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം കുടുംബത്തിൽ. അതുപോലെ കുടുംബത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നമ്മളെ കുടുംബത്തിൽ എപ്പോഴാണ് പ്രശ്നം? നമ്മളെ ഉപദ്രവിക്കുക, നമുക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക, നമ്മളെ ബുദ്ധിമുട്ടിക്കുക, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ നമുക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക, നമുക്ക് ഇത് അതിജയിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് നമ്മൾ എന്ത് വേണം? ഫസബ്റുൻ ജമീൽ. അപ്പൊ നമ്മൾ ജനങ്ങളോട് ആവലാതി പറയുകയല്ല, അള്ളാഹുവിനോട് ആവലാതി പറയുക. നമ്മൾ തെറ്റുകാരനില്ലെങ്കിൽ നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് നമ്മൾ ആവലാതി പറയണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസം വേണമെന്ന് പറഞ്ഞല്ലോ. എല്ലാ ദിവസവും ഒരുപോലെയല്ല. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി പറഞ്ഞില്ലേ 21-ാമത്തെ വചനത്തിൽ. നോക്കൂ, ദിവസം പോകും. ഒരു ദിവസം പരാജയമുണ്ടെങ്കിൽ പിന്നെ വിജയം ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ ആളുകൾ തള്ളിയാൽ മറ്റൊരു ദിവസം സ്വീകരിച്ചോളും. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് എപ്പോഴും ജീവിതം ഒരേ സ്റ്റാൻഡിലായിരിക്കുമെന്ന്. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി.
മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കതിൽ എന്തുണ്ടാകരുത്, ഒരിക്കലും പ്രയാസമുണ്ടാകരുത്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സമാധാനം. മറ്റൊന്ന്, അള്ളാഹു നമുക്ക് എന്താണോ തൃപ്തിപ്പെട്ട് തന്നത് അതിനെ നാം സെലക്ട് ചെയ്യണം. അത് എത്ര കഠിനമായാലും ശരി, എത്ര കഠിനമായാലും. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത് കേട്ടില്ലേ, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ എന്ന്. എന്താണ്? നോക്കൂ സഹോദരന്മാരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോ നമുക്ക് നന്നായി ജീവിക്കുക എന്നത് വലിയ പ്രയാസം തോന്നും. പക്ഷേ വലിയ പ്രയാസം തോന്നും. ചില പ്രദേശത്തൊക്കെ ജീവിക്കുമ്പോൾ, ചില ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ജീവിക്കുമ്പോൾ തോന്നും. പക്ഷേ അതിന്റെ പരിണിതി ഫലം നമ്മൾ അവിടെ നന്നായി ജീവിച്ചാൽ, ആ പരിസരത്തോട് പൊരുതി നാം ജീവിച്ചാൽ, പ്രതിരോധം നടത്തി ജീവിച്ചാൽ, സഹോദരന്മാരെ, നമ്മൾ നല്ല നന്മയിലെത്തും. അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതോടൊപ്പം സഹോദരന്മാരെ എപ്പോഴും ശ്രദ്ധിക്കണം, മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ് അവസരങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. നോക്കൂ, രാജാവിന്റെ 55-ാമത്തെ വചനത്തിൽ കാണാം, രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ്, എനിക്ക് കഴിയും, എനിക്ക് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം, ഇവിടുത്തെ ഭക്ഷ്യരംഗം നിയന്ത്രിക്കാൻ കഴിയും. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സന്മാരെ, നമുക്ക് അവസരം കിട്ടിയാൽ ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ തെന്നി മാറല്ല, എനിക്ക് പറ്റില്ല, അങ്ങനല്ല. എനിക്ക് കഴിയുമെങ്കിൽ അത് നോക്കൂ, അത് വിനയത്തോടു കൂടി അതിനെ സ്വീകരിക്കണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, കുടുംബത്തിൽ നാം പുലർത്തേണ്ട സംഗതി. അതോടൊപ്പം സഹോദരന്മാരെ, വലിയ ഒരുപാട് കാര്യങ്ങളാണ് ഈ സൂറയിലുള്ളത്. ഈ സൂറ നിങ്ങളെല്ലാവരും ആവർത്തിച്ച് വായിക്കണം. ഇതിൽ അവസാനിപ്പിക്കരുത്. ഇത് വായിക്കാനുള്ള ഒരു പ്രേരണ മാത്രമാണ് എന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഇനി പറഞ്ഞാൽ തീരില്ല, നമ്മുടെ മക്കളുമായുള്ള ബന്ധത്തിൽ ഈ സൂറ, ഈ അധ്യായം വലിയ ഒരു പ്രാധാന്യം ഉള്ള ഒരു സംഗതിയാണ്. നോക്കൂ, മക്കൾക്കിടയിൽ അദ്ല് വേണം. അൽ അദ്ലു ബൈനൽ അബ്നാ, അത് ഈ സൂറ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ്. ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അതുപോലെ കുടുംബത്തിനകത്ത് സംസാരങ്ങളും സംഭാഷണങ്ങളും ഉണ്ടാകണം. യൂസുഫ് അലൈഹി ഇസ്ലാം ഉപ്പാനോട് വന്ന് പറയുന്നില്ലേ, ഉപ്പാനോട് മക്കൾക്ക് വന്ന് പറയാൻ കഴിയണം. പറഞ്ഞില്ലേ, അതേമാതിരി പറയാൻ കഴിയണം. അത് വളരെ പ്രധാനമാണ്. അതുപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഹിക്മത്ത് വേണം. യാക്കൂബ് അലൈഹി ഇസ്ലാം കാണിച്ച ഹിക്മത്ത് നിങ്ങൾ കണ്ടില്ലേ? സ്വപ്നം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? മുന്നേ സഹോദരങ്ങളോട് പറയരുതേ. എന്താ? എല്ലാ സത്യവും പറയണ്ട, പറയുന്നത് സത്യമായിരിക്കണം എന്നുള്ളൂ. അപ്പോൾ ഇനി സംസാരിക്കേണ്ട സന്ദർഭം, അവസരം, അതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതുപോലെ സഹോദരന്മാരെ, മക്കള് തെറ്റ് ചെയ്യുമ്പോൾ അവരെ അതേ നാണയത്തിൽ നമ്മൾ പ്രതികരിക്കരുത്. നമുക്ക് ശാന്തത വേണം, ഹിൽമ് വേണം. അതാണ് നമ്മളിപ്പോ ചാടാൻ പാടില്ല. നോക്കൂ, ചാടിയും ബഹളം വെച്ചുമല്ല, ഫസബ്റുൻ ജമീൽ, സന്ദർഭവും അവസരവും തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. നോക്കൂ, അതല്ലേ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ നമ്മൾ കണ്ടത്. അതോടൊപ്പം സഹോദരന്മാരെ, ഐഫത്ത്, നല്ല ബോധവും നല്ല സദാചാര ബോധവും ചിന്തയും ഉണ്ടാകണം. ആ രീതിയിലായിരിക്കണം നമ്മൾ മക്കളെ വളർത്തേണ്ടത്. വീട്ടിനകത്ത് ഇഹ്സാൻ ഉണ്ടാകണം. ഒരിക്കലും നിരാശ എന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ സൂറ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇനിയും വായിച്ച് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ സൂറയെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.